ഭഗവാനെ കർത്താവനെ രക്ഷിക്കണേ. ദൈവമേ ഭഗവാനെ കർത്താവനെ രക്ഷിക്കണേ. ദൈവമേ രക്ഷിക്കണേ. ഇത്ര മതി. ഇത്ര വേണം. നമസ്കാരം. ഞാൻ ആദ്യമായിട്ടൊരു ചാനൽ തുടങ്ങുവാണ്. ചാനലിൻ്റെ പേര് കുട്ടൂസ്. പിന്നെ ഇത് ഇന്ന് ഇവിടെ ഞാൻ ചെയ്യുന്നത് സോയാബീൻ ചെയ്യുക. എൻ്റെ പേര് ശ്യാമള. എൻ്റെ നാട് പിന്നെ ഹരിപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്ത് മുട്ടം. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത് മോൻ ഇവിടെ താമസിക്കുകയാണ്. മോൻ ഗുജറാത്തിൽ സൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. മോൻ്റെ അടുത്ത് വന്നിട്ടിപ്പം 5 മാസം കഴിഞ്ഞ്. ഞങ്ങളിപ്പോൾ ഇവിടെ കുറച്ചുകൾ ഇവിടെ കാണും. പിന്നെ കുറേ നാളുകൊണ്ട് ഒരുങ്ങി ചാനൽ ചെയ്യാൻ സമയമില്ല. പിന്നെ മോനോ ജോലിക്ക് പോകണം. പിന്നെ മരുമോള പേര് രഞ്ജിനി. ഇപ്പം കോളേജിൽ പഠിക്കാൻ പോവുക. ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം കോളേജിൽ പഠിക്കാൻ പോകുന്നു. അതുകൊണ്ട് ഒട്ടും സമയമില്ല. അതുകൊണ്ട് ഇന്ന് അവധി ആയതുകൊണ്ട് ഇന്ന് തുടങ്ങാമെന്നും പറഞ്ഞ് തുടങ്ങിയതാണ്. പിന്നെ എല്ലാവരെയും പിന്നീട് കാണിക്കാം. എല്ലാവരെയും ഞാനും ചേട്ടനും കൂടാണ് ഇവിടെ നിൽക്കുന്നത്. മക്കൾ 2 പേരാണ്. 2 ആൺപിള്ളേർ. മൂത്തത് ആരുഷ്, ഇളയത് ആയുഷ്. അപ്പം ഞാനിത് ചെയ്യാൻ പോവാം. ഇത് സോയാബീൻ വേവിക്കാനുള്ള വെള്ളം. അത് ആദ്യം ഇച്ചിരി ഉപ്പും മഞ്ഞളും ഇട്ട് ശകലം ഉപ്പും ഇട്ട് തിളപ്പിക്കൊണ്ടിടുക. കുറച്ച് മതി. ശകലം ഉപ്പും കൂടെ ഇടുക. എന്നിട്ട് വെള്ളം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇതിട്ട് ഒരു 5 മിനിറ്റ് വെച്ച് എടുക്കണം. എടുത്തിട്ട് ബാക്കി ഉള്ളി പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, 3-4 പച്ചമുളക്, പിന്നെ മല്ലിയില, കറിവേപ്പില, ഇത്രയും സാധനങ്ങളുണ്ട്. നാരങ്ങ വേണമെങ്കിൽ എടുക്കാമെന്നും പറഞ്ഞാൽ വെച്ചേക്കുന്നത്. വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിട്ട് കോരി മാറ്റി വെക്കണം. എന്നിട്ട് ബാക്കി സാധനങ്ങളെല്ലാം ഗ്രേവി ആക്കിയതിന് ശേഷം ഇട്ട് ശകലം തക്കാളിക്ക് അവിടെ ഇട്ട് അടച്ചിട്ടുണ്ട്. ഞാൻ ഈ സോയാബീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അവിടെ ഒരു 5 മിനിറ്റ് എന്തായാലും വേവണം. ഇച്ചിരി വേവണ്ടേ. ഇത് വെന്തിട്ട് ഇത് ഇറക്കി വെച്ച് കോരി വെച്ചത് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞതിൻ്റെ വെള്ളം മാറ്റിയിട്ട് അതൊന്ന് മുറിച്ചെടുക്കണം. 2ആയിട്ട് മുറിച്ചെടുക്കണം. ഒത്തിരി വലുതല്ല, 2ആയിട്ട് മുറിച്ചാൽ മതി. എന്നിട്ട് ഗ്രേവി ഉണ്ടാക്കാം. ഇത് സോയാബീൻ ഞാനിപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇത് കോരി ഞാൻ ഇതിനകത്തോട്ട് വെക്കുക. തണുത്ത് കഴിയുന്ന ഉടനെ ഇതൊന്ന് 2ആയിട്ടൊന്ന് മുറിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം. അല്ലെങ്കിൽ അതിനകത്ത് വെള്ളം കാണും. അതിനകത്തൊന്നും ഉപ്പ് വരിയൊന്നും പിടിക്കത്തില്ല. കോരി വെച്ച് ചട്ടി അടുത്ത വെച്ചിട്ടുണ്ട്. അതിനകത്ത് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിക്കുക. കുറച്ച് എണ്ണ ഒഴിക്കുക.
കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകും. ആദ്യം ഇടുന്നത് വെളുത്തുള്ളി ഒന്ന് വാടിക്കഴിഞ്ഞ് ഇട്ട് കൊടുക്കുക. ഞാൻ സൗണ്ട് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുത്ത് അതൊന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയൂടെ ചേർക്കണം. അതിന് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കണം. അതിനകത്ത് ഉള്ളി ഇട്ട് കൊടുക്കുക. ഒരു 4 ഉള്ളിയായി ചെറുതാണ്, ഇടത്തരം ഉള്ളി 4 എണ്ണം. ഇതിൻ്റെ കാലം കറിവേപ്പില. കറിവേപ്പിലയ്ക്കൊക്കെ ക്ഷാമമാണ്, വിലയ്ക്ക് വാങ്ങിക്കുക. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൂട്ടൊന്നും കിട്ടത്തില്ല. പച്ചമുളക് ഇടുക. നമ്മുടെ നാട്ടിലെ കടയൊക്കെ 10 രൂപ കൊടുത്താൽ 1 കിലോ കിട്ടും. ഇവിടെ ഒരു 10-20 ഏകൾ കാണും. 20 രൂപയോ 10 രൂപയോ അങ്ങനെ. ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി വാടിക്കൊണ്ടിരിക്കുന്നു. ശകലം കൂടെ ഒന്ന് വാടിക്കഴിഞ്ഞ് പൊടിയിട്ട് കൊടുക്കാം. ഇത് കാശ്മീരി പൊടി ഒരു ചെറിയ സ്പൂൺ, 1 സ്പൂണ് എരിവുള്ള മുളക് പൊടി, അതും ചെറിയ സ്പൂൺ 1, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി. ഇത്രയും മതി. ഒരു തക്കാളിക്കുണ്ട്. ഇത്രയും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളിക്ക് അവിടെ ഇടാം. ഇപ്പം ഈ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലപോലെ ഗ്രേവി ആയിട്ടുണ്ട്. അതിനകത്ത് ഈ സോയാബീൻ ഇട്ട് കൊടുക്കും. ഇതിൻ്റെ ഇത് 2ആയിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്, 2ആയിട്ട് 3ആയിട്ട് ഒക്കെ മുറിച്ചിട്ടുണ്ട്. മുറിച്ചത് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളം കളയണം. അല്ലെങ്കിൽ അതിനകത്ത് എരിവും ഉപ്പും ഒന്നും പിടിക്കത്തില്ല. പിടിക്കാതെ ഇങ്ങനെ റബ്ബർ പോലെ കിടക്കും. അപ്പം നല്ലപോലെ ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് വറ്റി കഴിയുമ്പം മസാല ഇട്ട് കൊടുക്കണം. കുരുമുളകാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ. കുരുമുളകാണ്. അതൊക്കെ ഇട്ട് കഴിയുമ്പം നല്ല തീ ഫ്രൈ ചെയ്തോട്ടിരിക്കും. മല്ലിയില ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ ശകലം കിഴങ്ങുണ്ട്. കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതൊന്ന് വെള്ളം ഒക്കെ വറ്റി കഴിയുമ്പോൾ കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കണം. ഒരു കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചതാണ്. അതും കൂടെ ചേർക്കണം. ചേർക്കുമ്പോൾ ഒന്നുകൂടെ ചേർത്ത് കിട്ടും. ഇത്തിരി മഞ്ഞൾപ്പൊടി ശകലം ഉപ്പും കൂടെ ഇട്ട് വേവിച്ചൊന്ന് ഉടച്ച് വെച്ചത്. ഇടാൻ പോകുന്നത് കുരുമുളക്. കുരുമുളക് ഒരു 1/2 സ്പൂൺ മതി. 1/2 സ്പൂണ് കുരുമുളക്, ഒരു 1/2 സ്പൂണ് നമ്മുടെ മസാലയെല്ലാം കൂടെ വറുത്ത് പൊടിച്ച സാധനമാണ്. അത് പെരുംജീരകം, പട്ട,
ഗ്രാമ്പു, ഏലക്ക, പിന്നെ സ്റ്റാർ ഇതെല്ലാം കൂടി ഇട്ട് പൊടിച്ചതാണ്. ഇതിൻ്റെ എല്ലാം കഴിഞ്ഞ് മസാലകളെല്ലാം ചേർന്ന് ഇനി ഇച്ചിരി മല്ലിയില കൂടെ ഇട്ട് ഇളക്കിയെടുത്താൽ മതി. സോയാബീൻ റെഡിയാകും. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഞങ്ങളിങ്ങനെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പല രീതിയിലുമൊക്കെ നല്ല ഫ്രൈ ആയിട്ടെടുക്കാം, കറി ആയിട്ടെടുക്കാം. നമുക്ക് ചപ്പാത്തിക്ക്, അപ്പത്തിന് എല്ലാം നമുക്കിത് സ്റ്റൂ പോലെ വെക്കാം. എങ്ങനെ വേണേലും ഇത് എടുക്കാം. ഇത് ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും പാലപ്പത്തിനും ഒക്കെ പറ്റുന്നതായത്. നല്ല കിഴങ്ങുമൊക്കെ ചേർന്നുകൊണ്ട് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും. കുരുമുളകാണ് ഇതിൻ്റെ പ്രധാന കാരണം. ശരിയായി, എല്ലാം റെഡിയായി. ഇന്നത്തെ സോയാബീൻ ഫ്രൈ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും അറിയാം, നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ പറഞ്ഞത് ഉണ്ടാക്കി നോക്കാം. എല്ലാവരും എല്ലാവരുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം ഉണ്ടാവണം. ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ അതാണിത്. ഇനി അങ്ങോട്ട് നമുക്ക് കാണാൻ കഴിവതും പരമാവധി എല്ലാം ചെയ്ത് കാണിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ അടുക്കള. ഇവിടുത്തെ എല്ലാ അടുക്കളയും കാര്യങ്ങളും എല്ലാം ഇങ്ങനത്തെ വീടും അടുക്കളയാണ്. ഇത് ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. നല്ല സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. സൂറത്തിൽ ഇച്ചാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. ഇവിടെ ഭാഷ അറിയാൻ വയ്യാത്തൊരു കുഴപ്പമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഭാഷയൊന്നും അറിയത്തില്ല. അതുകൊണ്ട് പുറത്ത് ഇറങ്ങാതെ ഇങ്ങനെ ഇതിനകത്ത് തന്നെ ഇരിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കാമല്ലോ എന്നൊക്കെ ഉള്ള കണക്കൂട്ടലുകളും ഉണ്ട് ഇതിനകത്ത്. പിന്നെ ചേട്ടനെ കാണിക്കാം, മക്കളെ കാണിക്കാം. മോൻ വൈകിട്ട് 6 മണി 6:30 ആകും വരുമ്പോൾ. രഞ്ജിനി ഇന്ന് മൂത്തന് വയ്യാത്തതുകൊണ്ട് ഇവിടെ നിന്നതാണ്. അതുകൊണ്ട് ഇന്ന് തുടങ്ങിയതാണ്. രഞ്ജിനിയെ കാണിക്കാം. കുട്ടു ചാനലിലെ മക്കളെ കാണിക്കുക. എൻ്റെ മോൻ്റെ പേര് സജിത്ത് എന്നാണ്. അവനെ വീട്ടിൽ വാവ എന്നാണ് വിളിക്കുന്നത്. വാവയുടെ മക്കളാണ്. എൻ്റെ മൂത്ത ആളാണ് ആരുഷ്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതാണ് കുട്ടു ചാനലുകാരനാണിത്. പിന്നെ ആയുഷ് എന്നാ പേര്, കുട്ടു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ചേട്ടന് വയ്യാതൊക്കെ ഇരിക്കുമായിരുന്നു. 2-3-4 വർഷം കൊണ്ട് ഒരു വലിയ പ്രശ്നത്തിലൊക്കെ ആയിരുന്നു. വയ്യാഴികളൊക്കെ വന്നിങ്ങനെ ഇരിക്കുക. ആ സന്ദർഭത്തിലാണ് പിന്നെ ഇങ്ങോട്ട് വരേണ്ടി വന്നത്. ഇടയ്ക്ക് ഞങ്ങൾ വരാറുണ്ട്, എങ്കിലും ഇപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങോട്ട് വന്നത് ഇപ്പം 5-6 മാസത്തോളമായി. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ അതൊക്കെ ഞാൻ പിന്നീട് പറയാം. നാട്ടിൽ ഞങ്ങളുടെ കുടുംബപരമായിട്ടുള്ള അമ്പലത്തിൻ്റെ കാര്യങ്ങളും സംബന്ധിച്ച് 2-3 വട്ടം ഞങ്ങളുടെ നാട്ടിൽ പോയിരുന്നു. അമ്പലം പണിഞ്ഞ് പ്രതിഷ്ഠയൊക്കെ നടത്തി. പിന്നെ 41ാമത്തെ പൂജയ്ക്ക് പോയി. അത് ഞങ്ങൾ 2 പേരും മാത്രമേ പോകുള്ളൂ. കാരണം രഞ്ജിനിക്കും വാവയ്ക്കും പിന്നെ വരാൻ സമയം കിട്ടിയില്ല, അവധി കിട്ടിയില്ല. അതുകൊണ്ട് അവർ വന്നില്ല. ഞങ്ങൾ 2 പേരും കൂടെ പോയി. പിന്നെ ബാക്കി നാട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. കൂടി എല്ലാം നടത്തിയിട്ട് ഞങ്ങൾ തിരിച്ചിവിടെ വന്നിട്ട് ഇപ്പോൾ 1 മാസം ആകാൻ പോകുന്നു. അങ്ങനെ കഴിഞ്ഞ് വാവ വരുമ്പം അവധിയുള്ള ദിവസം വാവയെ കാണിക്കാം. ബാക്കി കാര്യങ്ങളെല്ലാം തുടർന്ന് ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ. ഫോണുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാമെന്നല്ലാണ്ട് അതിനകത്തൊന്നും ചെയ്യാനാകത്തില്ല. രഞ്ജിനി ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കത്തുള്ളൂ. പിന്നെ ചേട്ടനെ കൊണ്ട് പോകണം, ഇതൊക്കെ പിടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം രഞ്ജിനി ചെയ്യും. ബാക്കിയൊക്കെ ഇനി പിന്നീട് കാണാം. ശരി.